9ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ ദ ഇങ്ക് ആൻഡ് ദ മെലഡി എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ മലയാളം മീനിങ് ആണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ നമുക്ക് നോക്കാം. ലെറ്റ്സ് റീഡ് ആൻഡ് റിഫ്ലക്റ്റ്. യു ഹാവ് സീൻ ഹൗ ആഡ്സ് ഇൻഫ്ലുവൻസ്ഡ് ചിൽഡ്രൻ ആൻഡ് അഡോളസൻസ്. അല്ലേ, നമ്മൾ പഠിച്ചതാണ് എങ്ങനെയൊക്കെയാണ് ആഡ്സ് അല്ലെ പരസ്യങ്ങൾ ചിൽഡ്രൻസിനെയും അഡോളസൻസിനെയും എഫക്റ്റ് ചെയ്യുന്നത് അല്ലെ, എത്രത്തോളം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് എന്ന്, ഉൾക്കൊള്ളിക്കുന്നുണ്ട് എന്ന്. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോ ദാറ്റ് ദർ ആർ ആൾസോ പോസിറ്റീവ് ആസ്പെക്ട്സ് ടു ദ പോപ്പുലർ മീഡിയ ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൻഡ് വെൽ ബീയിങ്. എന്താ പറയുന്നത്? മനുഷ്യൻ്റെ വികസനത്തിനും ക്ഷേമത്തിനും സംഭാവന നൽകുന്ന ജനപ്രിയ മാധ്യമങ്ങൾക്ക് നല്ല വശങ്ങളും ഉണ്ടെന്ന് അറിയേണ്ടത് പ്രധാനമാണ്. നൗ let's read the story of the meeting of two legends, the king of pop, Michael Jackson, and Joseph Barbera, one of the creators of popular cartoon characters like Tom and Jerry. ഇനി നമ്മൾ റീഡ് ചെയ്യാൻ പോകുന്നത് എന്താണ്? ടോം ആൻഡ് ജെറിയെ പോലുള്ള ജനപ്രിയ കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ സൃഷ്ടാക്കളിൽ ഒരാളായ മൈക്കൽ ജാക്സൺ, ജോസഫ് ബാർബറ എന്നീ പോപ്പ് രാജാവായ രണ്ട് ഇതിഹാസങ്ങളുടെ കൂടിക്കാഴ്ചയുടെ കഥയാണ് അല്ലേ ഈ സ്റ്റോറിയിൽ, ഈ ഒരു പാഠഭാഗത്ത് വായിക്കാൻ പോകുന്നത്. The meeting reveals the remarkable ability of art of uplift, inspire and provide solace, offering a beacon of comfort and consolation to weary minds. എന്താ ഇവിടെ പറയുന്നത്? തളർന്ന മനസ്സുകൾക്ക് ആശ്വാസത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും വിളക്കുമാടം പ്രദാനം ചെയ്യുന്ന കലയുടെ ഉന്നമനത്തിനും പ്രചോദിക്കുന്നതിനും ആശ്വാസം നൽകുന്നതിനുമുള്ള ശ്രദ്ധേയമായ ഒരു കഴിവ് ഇവിടെ സംഗമം വെളിപ്പെടുത്തുന്നുണ്ട്. മഷിയും മെല്ലഡിയും എന്നാണ് നിങ്ങൾക്ക് ഈ പഠിക്കാൻ പോകുന്ന പാഠത്തിൻ്റെ അർത്ഥം അല്ലേ? മഷിയും മെല്ലഡിയും. The Ink and the Melody, Joseph Barbera. First, I choose to be called a creative consultant through I might well have been designated as producer, co-producer, executive producer or dishwasher. എന്താ ഇവിടെ പറയുന്നത്? നിർമ്മാതാവ്, സഹനിർമ്മാതാവ്, എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഡിഷ് വാഷർ എന്നീ നിലകളിൽ എന്നെ നിയമിച്ചിട്ടുണ്ടെങ്കിലും ക്രിയേറ്റീവ് കൺസൾട്ടൻ്റ് എന്ന് വിളിക്കാൻ ആണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് എന്നാണ് പറയുന്നത്. I had one of the best time in my life working in that capacity with Phil and his pupil on the Tom and Jerry movie. എന്താണ്? എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയങ്ങളിൽ ഒന്നായിരുന്നു എന്ത്? ഞാൻ ടോം ആൻഡ് ജെറി സിനിമയിൽ ഫില്ലിനും അവൻ്റെ ആളുകൾക്കുമൊപ്പം ആ ശേഷിയിൽ പ്രവർത്തിച്ചത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയങ്ങളിൽ ഒന്നായിരുന്നു എന്നാണ് പറയുന്നത്. രണ്ടാമത്തെ പാരഗ്രാഫ്. While the movie was in production, I met in fact I had a series of 5 meetings with a young man who is very much in the news as I write this. എന്താണ്? സിനിമയുടെ നിർമ്മാണത്തിലിരിക്കെ ഞാനിത് എഴുതുമ്പോൾ വളരെയധികം വാർത്തകളിൽ നിറഞ്ഞ ഒരു ചെറുപ്പക്കാരനുമായിട്ട് 5 മീറ്റിങ്ങുകളുടെ പരമ്പര ഉണ്ടായിരുന്നു. Sometime in 1992, Michael Jackson and avid cartoon buff contacted me to discuss the possibility of working on some project together. 1992 ഒരു കാർട്ടൂൺ പ്രേമിയായ മൈക്കൽ ജാക്സൺ ഒരുമിച്ച് ഏതെങ്കിലും പ്രൊജക്റ്റിൽ പ്രവർത്തിക്കാനുള്ള സാധ്യതയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ എന്നെ ബന്ധപ്പെട്ടു. ഹൂ കുഡ് സേ നോ? ആർക്കാണ് ഇല്ല എന്ന് പറയാൻ കഴിയുക? മൈ ഫസ്റ്റ് തോട്ട് വാസ് ടു മേക്ക് എ ഡീൽ ഫോർ ഹിം ടു സിങ് എ സോങ് ഇൻ ദ ടോം ആൻഡ് ജെറി ഫീച്ചർ. ടോം ആൻഡ് ജെറി ഫീച്ചറിൽ ഒരു ഗാനം ആലപിക്കാൻ അദ്ദേഹത്തിന്
ഒരു കരാർ ഉണ്ടാക്കണമായിരുന്നു. അല്ല, അതായിരുന്നു എൻ്റെ ആദ്യത്തെ ചിന്ത. എൻ്റെ ആദ്യത്തെ ചിന്ത എന്തായിരുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ മൈ ഫസ്റ്റ് തോട്ട് വാസ് ടു മേക്ക് എ ഡീൽ ഫോർ ഹിം, അല്ലേ? അദ്ദേഹത്തിൻ്റെ കൂടെ ഈ ടോം ആൻഡ് ജെറി ഫീച്ചേഴ്സിൽ ഒരു പാട്ട് പാടണം എന്നായിരുന്നു. ഡ്യൂറിങ് അവർ ഫസ്റ്റ് മീറ്റിംഗ് ഇൻ ഹിസ് അപ്പാർട്ട്മെൻറ്റ് ഓൺ വിൽഷെയർ ബൗൾവാർഡ്, he asked me if I had really written all those Tom and Jerry series. No, I said I drew them. Do you want to see? I asked. എന്താണ് വിൽഷെയർ ബോളിവാർഡിലെ അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ ആദ്യ മീറ്റിങ്ങിൽ, അല്ലെ, അദ്ദേഹത്തുമായിട്ട് ആദ്യം മീറ്റിംഗ് ചെയ്തത് വിൽഷെയർ ബോളിവാർഡിലെ അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വെച്ചിട്ടാണ്. ടോം ആൻഡ് ജെറി പരമ്പരകളെല്ലാം ഞാൻ ശരിക്കും എഴുതിയിട്ടുണ്ടോ എന്ന് അദ്ദേഹം എന്നോട് ചോദിച്ചു. അപ്പോൾ എന്താ പറഞ്ഞത്? ഇല്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാൻ അവരെ വരച്ചു. എന്നിട്ടാണ് ഡു യു വാണ്ട് ടു സീ, നിങ്ങൾക്കത് കാണണോ എന്ന് ഞാൻ ചോദിച്ചു. മൂന്നാമത്തെ പാരഗ്രാഫ്, ഹി നോഡഡ്, സ്പ്രാങ് ഔട്ട് ഓഫ് ദ റൂം ആൻഡ് റിട്ടേൺഡ് വിത്ത് എ പാഡ് ആൻഡ് സം മാർക്കേഴ്സ്. എന്താണ്? അപ്പോൾ അയാൾ തലയാട്ടി മുറിയിൽ നിന്ന് മുറിയിലേക്ക് പോയിട്ട് പുറത്ത് വന്നപ്പോൾ എന്താ കൊടുക്കുന്നത്? ഒരു പാഡും കുറച്ച് മാർക്കറുകളും അവൻക്ക് നൽകിയിട്ട് മടങ്ങി. I took them and started making sketches of a cartoon, one of my favorites called a Bowling Alley Cat, depicting the action and the atmosphere. അങ്ങനെ ഞാൻ അത് എടുത്തിട്ട് ഒരു കാർട്ടൂണിൻ്റെ രേഖാചിത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങി. ബൗളിങ്ങിലെ ക്യാറ്റ് ആക്ഷനും അന്തരീക്ഷവും ചിത്രീകരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട കാർട്ടൂണിൻ്റെ ഒരു രേഖാചിത്രമാണ് ഞാൻ അതിൽ വരക്കാൻ തുടങ്ങിയത്. മൈക്കൽ ലുക്ക്ഡ് ഓവർ മൈ ഷോൾഡർ വിസ്പറിങ് ഇൻ ദാറ്റ് ഹൈ തിൻ ബ്രീത്തി വോയിസ് ഓഫ് ഹിസ് വാവ് ആൻഡ് വാവ്. മൈക്കിൾ എന്ത് ചെയ്തു? എൻ്റെ തോളിലേക്ക് നോക്കി ഉയർന്നതും നേർത്തതുമായിട്ടുള്ള ശ്വാസം മുട്ടുന്നതുമായിട്ടുള്ള ആ ഒരു ശബ്ദത്തിൽ പറഞ്ഞു, കൊള്ളാം, അല്ലെ, വാവ്, കൊള്ളാം എന്ന് പറഞ്ഞു. ഐ സ്റ്റോപ്പ്ഡ് അറ്റ് ദ 5th sketch. വുഡ് യു ലൈക്ക് മീ ടു ഓട്ടോഗ്രാഫ് ദം? 5ാമത്തെ സ്കെച്ചായപ്പോൾ ഞാൻ നിർത്തി. ഞാൻ അവരെ ഓട്ടോഗ്രാഫ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഹോ യെസ്, ഹി വിസ്പേർഡ്. യെസ്, തീർച്ചയായും, അല്ലേ, ശരി, ഉണ്ട് എന്ന് പറഞ്ഞു. നൗ ഹൗ എബൌട്ട് മീ ഗെറ്റിംഗ് ആൻ ഓട്ടോഗ്രാഫ്? ഐ ആസ്ക്ഡ്. എന്താണ് പറയുന്നത്? നൗ, ഇപ്പോൾ. ഹൗ എബൌട്ട് മീ ഗെറ്റിംഗ് ആൻ ഓട്ടോഗ്രാഫ്? എങ്ങനെയാണ് ഓട്ടോഗ്രാഫ് കിട്ടുക? ഐ ആസ്ക്ഡ്, ഞാൻ ചോദിച്ചു. I point to a poster he had showing himself and a little girl. It was, he said, his niece Nicole. എന്താ പറയുന്നത്? ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഒരു പോസ്റ്റർ. എന്താണ് അതിൽ? ഒരു കൊച്ചു പെൺകുട്ടിയെയും അവനെയും കാണിക്കുന്ന ഒരു പോസ്റ്റർ ഞാൻ ചൂണ്ടിക്കാണിച്ചു. അത് തൻ്റെ മരുമകൾ നിക്കോൾ ആണെന്ന് അദ്ദേഹം പറഞ്ഞു. കുഡ് യു ഓട്ടോഗ്രാഫ് ദ പോസ്റ്റർ? ആ ഒരു പോസ്റ്റർക്ക് ഓട്ടോഗ്രാഫ് കൊടുക്കാമോ എന്ന് ചോദിച്ചു. ഹോ യെസ്, ഹി വിസ്പേർഡ്. തീർച്ചയായും. ആൻഡ് ഹി ബിഗാൻ ടു റൈറ്റ്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? എഴുതാൻ തുടങ്ങി. ആൻഡ് റൈറ്റ്, വീണ്ടും എഴുതി. ആൻഡ് ഹി റോട്ട് സം മോർ, കൂടുതൽ എഴുതി. കൂടുതൽ അദ്ദേഹം എഴുതിക്കൊണ്ടേയിരുന്നു. വാട്ട് ഈസ് ദിസ് ദ ഗെറ്റിബർഗ് അഡ്രസ്? ഇതെന്താണ് എന്ന് ചോദിച്ചു, അല്ലേ? ഗെറ്റിബർഗിൻ്റെ അഡ്രസ്സാണ്. നിങ്ങൾ ഗെറ്റിബർഗ് വിലാസം, അല്ലേ? നിങ്ങൾ കാണും, ദയവായിട്ട് വായിക്കൂ, ഉറക്കെ വായിക്കൂ. നിങ്ങൾ ഈ കാണുന്നത് വായിക്കാൻ പറഞ്ഞു. യു വിൽ സീ, നിങ്ങൾ കാണും. പ്ലീസ് റീഡ് ഇറ്റ്, നിങ്ങളത് വായിക്കൂ. റീഡ് ഇറ്റ് അലൗഡ്, ഉറക്കെ വായിക്കൂ. ഐ റീഡ്, ഞാൻ വായിച്ചു. ടു മൈ ഹീറോ ഓഫ് യെസ്റ്റർഡേ, ടുഡേ ആൻഡ് ടുമോറോ, വിത്ത് മെനി thanks for all the many cartoon friends you gave me as a child. They were all I had. എന്താണ് അതിൻ്റെ അർത്ഥം? കുട്ടിക്കാലത്ത് നിങ്ങൾ എനിക്ക് നൽകിയ നിരവധി കാർട്ടൂൺ സുഹൃത്തുക്കൾക്ക് നന്ദിയോടെ
ഇന്നലെയും ഇന്നും നാളെയും എൻ്റെ നായകന്, എനിക്കെല്ലാം ഉണ്ടായിരുന്നത് അവരായിരുന്നു എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. 4ാമത്തെ പാരഗ്രാഫ്, ഐ ഫൗണ്ട് ഹിം ടു ബി എ ലെയ്ഡ് ബാക്ക് ആൻഡ് കോർട്ടിയസ് ജെന്റിൽമാൻ വിച്ച് ഈസ് ദ ഗ്രേറ്റ് ഡീൽ മോർ ദാൻ യു ക്യാൻ സേ അബൌട്ട് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇൻ അവർ ഇൻഡസ്ട്രി. എന്താണ് അദ്ദേഹം ഒരു ശാന്തനും മര്യാദയുള്ളവനുമായിട്ടുള്ള ഒരു മാന്യനാണെന്ന് എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ കണ്ടെത്തി, ഐ ഫൗണ്ട്. ഇത് ഞങ്ങളുടെ വ്യവസായത്തിലെ, അതായത് ഇൻഡസ്ട്രിയിലെ മിക്ക ആളുകളെയും കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കഴിയുന്നതിനേക്കാൾ വളരെ കൂടുതലാണ് എന്നാണ് പറയുന്നത്. ആസ് ഇറ്റ് ടേൺഡ് ഔട്ട്, the executive of Great American Communications had no interest in doing a deal with Michael Jackson, and nothing further came of these meetings. Nevertheless, my meetings with him were delightful. എന്താണ്, മൈക്കൽ ജാക്സണുമായിട്ട് ഒരു ഇടപാട് നടത്താൻ ഗ്രേറ്റ് അമേരിക്കൻ കമ്മ്യൂണിക്കേഷൻസിൻ്റെ എക്സിക്യൂട്ടീവുകൾക്ക് താല്പര്യമില്ലായിരുന്നു. മാത്രമല്ല ഈ മീറ്റിങ്ങുകളിൽ കൂടുതൽ ഒന്നും ഉണ്ടായില്ല. എന്നിരുന്നാലും അദ്ദേഹവുമായിട്ടുള്ള എൻ്റെ മീറ്റിംഗ് എൻ്റെ കൂടിക്കാഴ്ച സന്തോഷകരമായിരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ സൈഡിൽ ഗ്രേറ്റ് ബർഗ് വിലാസം എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ്, 1863 നവംബർ 19 അമേരിക്കൻ ആഭ്യന്തര യുദ്ധകാലത്ത് പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ നടത്തിയ പ്രസിദ്ധമായ പ്രസംഗമാണത്. ഈ പ്രസംഗത്തിൽ അദ്ദേഹം ജനാധിപത്യത്തെ വിശേഷിപ്പിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള സർക്കാർ എന്നാണ്. ഇവിടെ ജാക്സൺ ഓട്ടോഗ്രാഫ് എഴുതുമ്പോൾ ഇത് ഗ്രേറ്റിബർഗ് വിലാസം പോലെ നീളുമോ എന്ന് ബാർബേറ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഈ പാഠഭാഗത്തിൻ്റെ മീനിങ്, മലയാളം എക്സ്പ്ലനേഷന്. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓൾ ദി ബെസ്റ്റ്.